ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അനിയത്തിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളിവിടെ ഹുദരിയാത്ത് ബീച്ചിൽ പോയിരുന്നു. പിന്നെ ന്യൂ ഇയറിന് ഫയർ വർക്കൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല മഞ്ഞുണ്ട്. പിന്നെ സാധാരണ ബീച്ചിൽ പോകുമ്പോൾ അതിൽ കളിക്കാൻ ടോയ്സൊക്കെ എടുത്തിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ പ്ലാനൊന്നുമില്ല. പിന്നെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ തിരക്കും കുറവായിരുന്നു. ഞങ്ങളങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് വെറുതെ ഫോട്ടോ എടുക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അങ്ങനെയൊക്കെ ജസ്റ്റ് കേക്ക് കട്ടി അങ്ങനത്തെ ഒക്കെ ഒരു പ്ലാനിൽ ഇങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇവിടെ പിന്നെ എല്ലായിടത്തും പ്രെയർ ഹാളും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. സാധാരണ പ്രെയർ ഹാളിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ, നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ള ദിവസമായതുകൊണ്ടാണ് ഇവിടെ തിരക്ക് തീരല്ല. പിന്നെ വന്ന മുതലേ ഈ ട്രെയിൻ ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ കയറണം എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ കയറ്റിയപ്പോൾ ഭയങ്കര കരച്ചിൽ വേണം. ഇതിൽ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ, കാർട്ടൂണിൻ്റെ കോക്കോമലൻ്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ ഇതിൽ കയറണം എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ പേടിയായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര കരച്ചിലായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ കരച്ചിലൊക്കെ മാറി ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പിന്നെ വീണ്ടും എൻ്റെ അടുത്തേക്ക് ഇറങ്ങണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ അവിടെ തന്നെ ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ റൂമിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത്. ഇത് പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് LLHൻ്റെ അടുത്ത് തന്നെയാണ് ഷീനിൻ്റെ ഔട്ട്ലെറ്റ് പുതിയത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽക്കൊന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ്. അപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ബ്രാൻഡാണ്. എത്രത്തോളം നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിങ്ങനെ ഹോൾസെയിൽ മാതിരി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതാണോ എന്താണെന്ന് അറിയാനിട്ട് ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല, കുറച്ച് ഫാൻസി ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലത്തെ സെക്ഷനിൽ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര തിരക്ക് കാരണം പിന്നെ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. ഇനി കയറുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലുലുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലുലുക്ക് വന്നതാണ്. ലുലുവിൽ കയറിയാൽ പിന്നെ ഇത് ഒതുങ്ങിയിരിക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്ത് ഇങ്ങനെ ഇരുത്തലാണ്.
അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പോന്നു. പിന്നെ ഇത് ക്രിസ്മസൊക്കെ ആയതുകൊണ്ട്, ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ രസം തോന്നിയപ്പോൾ എടുത്തതാണ്. പിന്നെ നമ്മൾ ന്യൂ ഇയറിന് ഇവിടെ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കോർണിഷ് ഫാമിലി പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തതാണ് കേട്ടത്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ അവിടെ പോയത്. അപ്പോൾ അധികം തിരക്കില്ലാത്തൊരു സൈഡിൽ നിന്നിട്ടാണ് കണ്ടത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് നേരം വേണ്ട പോവാന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ലൈറ്റ്സൊക്കെ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഇഷ്ടമായി. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫയർ വർക്കൊക്കെ കണ്ട് എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയോണ്ട് ബ്ലോക്കിലൊന്നും പെടാതെ പെട്ടെന്ന് പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് അങ്ങനെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്